ശ്രീലങ്കയിൽ നിന്ന് കേരളത്തിൽ എത്തിച്ചേർന്ന കുടുംബം പിടിച്ചു നിൽക്കാൻ ഒരുപാട് കഷ്ടപ്പെട്ടു. കേരളത്തിൽ എത്തിയതിനു ശേഷവും കഠിന അധ്വാനം ചെയ്ത് കുടുംബത്തെ സംരക്ഷിക്കാൻ പിതാവ് ശ്രമിച്ചുകൊണ്ടേയിരുന്നു. വർഷങ്ങൾ കഴിഞ്ഞിട്ടും ജീവിതത്തിൽ ഒരു മാറ്റവും സംഭവിച്ചില്ല. ആരുടെയും സഹായം അവർക്ക് ഇല്ലായിരുന്നു. അമ്മയും അച്ഛനെ സഹായിക്കാൻ വേണ്ടി പല ജോലികളും ചെയ്തു. കുഞ്ഞുമക്കളും അവരെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ വീട്ടിലേക്ക് പല പണിയും എടുത്തു. അതിനിടയിലും വേടൻ തന്റെ പാട്ടിനോടുള്ള താൽപര്യം മാറ്റിവെക്കാതെ നിരന്തരം പരിശീലനം ചെയ്തുകൊണ്ടേയിരുന്നു. മക്കളുടെ സംഗീതത്തോടുള്ള താൽപര്യത്തെ അച്ഛൻ നിരുത്സാഹപ്പെടുത്തിയില്ല. റാപ്പ് സംഗീതത്തിൽ ആയിരുന്നു വേടന്റെ ശ്രദ്ധ മുഴുവനും. റാപ്പ് സംഗീതം നിരന്തരം അഭ്യസിക്കുകയും വരികൾ എഴുതുകയും പാടി പരിശീലനം നടത്തുകയും ചെയ്യുമായിരുന്നു. അതിനിടയിൽ ആണ് അമ്മക്ക് അസുഖം പിടിപെട്ടത്. രോഗം കാരണം അമ്മ ആശുപത്രിയിൽ ചികിത്സയിൽ ആയി. എന്റെ മകൻ വലിയ പാട്ടുകാരൻ ആവുമെന്നും അതിലൂടെ തങ്ങളുടെ കഷ്ടപ്പാട് മാറുമെന്നും ആ അമ്മ വിശ്വസിച്ചിരുന്നു. അമ്മ മരണപ്പെട്ടു. എന്തു ചെയ്യണം എന്ന് അറിയാതെ അച്ഛൻ മക്കളെയും ചേർത്ത് പിടിച്ചു വിലപിച്ചു. അമ്മയെ അടക്കം ചെയ്ത് അമ്മയുടെ ആഗ്രഹം പോലെ ആയി തീരാൻ വേടൻ മനസ്സിൽ ഉറപ്പിച്ചു. തുടരും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ ഓരോ സപ്പോർട്ട് നമുക്ക് വല്ലതും കിട്ടാനുള്ള ചവിട്ടുപാടിയാണ്. അടുത്ത ഭാഗം കാണാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ.